അനുപമ കൃപാനിധി അഖില ബാന്ധവൻ ശാക്യജിനദേവൻ ധർമ്മരശ്മി ചൊരിയും നാളിൽ ഉത്തര മധുരാപുരിക്കുത്തരോപാന്തത്തിലുള്ള വിസ്തൃത രാജവീഥി തൻ കിഴക്കരികിൽ വാസവദത്താഖ്യയായ വാരസുന്ദരി മധുരാവാസികളിൽ അറിയാതില്ലിവളെയാരും. വാസവദത്താഖ്യയായ വാരസുന്ദരി മധുരാവാസികളിൽ അറിയാതില്ലിവളെയാരും. വെളിയിലെങ്കിലോ പോയി മടങ്ങി വരും വേറൊരു നളിനാക്ഷി നടന്നിതാ നടയിലായി. കനിഞ്ഞൊന്നു പുഞ്ചിരി പൂണ്ടവളയ കാമിനി കാക്കുരു ചില്ലിക്കൊടി കാട്ടി വിളിച്ചിടുന്നു. ഫലിച്ചിതോ സഖി നിന്റെ പ്രയത്നവല്ലരി രസം കലർന്നിതോ ഫലം ചൊൽക കനിയായിതോ. എനിക്ക് സന്ദേഹമില്ല ഇക്കുറി ഓർക്കിനപ്പുമാൻ മനുഷ്യനാണല്ലോ നീ ചതുരയല്ലോ. ത്വരയാൻ നിങ്ങനെയവൾ തുടർന്നു ചോദിച്ചാൾ. ഉടനരികത്തണഞ്ഞു തോഴി തൊഴുകൈയോടെ സമയമായില്ലെന്നു താനിപ്പോഴും സ്വാമിനിയവൻ വിമനസ്സായുരയ്ക്കുന്നു വിഷമമിന്നാൾ. സമയമായില്ല പോലും ക്ഷമയെന്റെ ഹൃദയത്തിലൊളിഞ്ഞു തോഴി. കാടു ചൊല്ലുന്നതാ നിന്നെ കബളിപ്പിക്കുവാൻ കയ്യിലോടുമേന്തി നടക്കുമീയുൽപ്പലബാണൻ. പണമില്ലാഞ്ഞു താൻ വരാൻ മടിക്കയാവാം ആ സാധു ഗണികയായി തന്നെ ഗണിക്കയാവാം. ഗുണബുദ്ധിയാൽ ഞാൻ തോഴി കൊതിപ്പത കോമളന്റെ പ്രണയം മാത്രമാണെന്നു പറഞ്ഞില്ലേ നീ. വശംവദ സുഖജ്ഞാനി വശക്കേടിനിക്കു വരാൻ വശമില്ലെന്നാലും വന്നതയുക്തമല്ല. വിശപ്പിന്നു വിഭവങ്ങൾ വെറുപ്പോളമശിച്ചാലും വിശിഷ്ടഭോജ്യങ്ങൾ കാൺകിൽ കൊതിയാമാർക്കും. ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് അവിടുത്തെ തൊഴിലാളികളുടെ പ്രമാണി അവളെ സ്വാധീനത്തിലാക്കി. അതിനിടയിൽ വിദേശീയനായ ഒരു വർത്തകൻ മധുരയിൽ വന്നു. അയാൾക്ക് അവളിൽ വലിയ ഭ്രമമായി. അയാളുടെ ധനസമൃദ്ധി കണ്ടിട്ടും മറ്റേ കാമുകന്റെ അനിഷ്ടത്തെ ഭയന്നിട്ടും വാസവദത്ത ആദ്യത്തെ കാമുകനെ സൂത്രത്തിൽ കൊന്ന് അയാളുടെ ശരീരം ചാണകക്കുണ്ടിൽ കുഴിച്ചുമൂടി.
പ്രമാണിയെ കാണാതായപ്പോൾ അയാളുടെ ബന്ധുക്കളും സ്നേഹിതന്മാരും അന്വേഷണം തുടങ്ങി.